മനക്ലേശവും ബുദ്ധിമുട്ടുമൊക്കെ പിടികൂടിയാൽ, മാനസികമായിട്ടുള്ള വേദനയോ പ്രയാസങ്ങളോ വന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ള ഒരു ദിക്റുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് നമുക്കൊക്കെ അറിയാവുന്ന ദിക്റാണ്. അതിന്റെ കൂടെ ചേർക്കേണ്ടത്, ഒന്നാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ ചേർക്കേണ്ടത് അൽ അലീമുൽ ഹലീം, മഹാനും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എല്ലാ രംഗത്തും ഹലീമായ റബ്ബ്. ആ റബ്ബിനെ പ്രത്യേകമായി നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ ചേർത്ത് പറയേണ്ടത് റബ്ബുൽ അർശിൽ അലീം, മഹത്തായ സിംഹാസനത്തിന്റെ ഉടമയായ റബ്ബ്. മൂന്നാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ കൂടെ ചേർത്ത് പറയേണ്ടത് റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം, ആകാശങ്ങളുടെ ഉടമയായ റബ്ബ്, ഭൂമിയുടെ റബ്ബ്, അതുപോലെ തന്നെ അർശിന്റെ റബ്ബ്. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ആവർത്തിച്ച് അതിന്റെ കൂടെ റബ്ബിന്റെ ഒരുപാട് വിശേഷണങ്ങളും നാമങ്ങളും ഒക്കെ ചേർത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സമാധാനം ലഭ്യമാകുന്നു. ഇങ്ങനെ ധാരാളം ദിക്റുകളുണ്ട്. മാനസികമായി വിഷമം വരുമ്പോൾ ചൊല്ലേണ്ട ഒരുപാട് ദിക്റുകളുണ്ട്. അല്ലാഹ് അല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിഹി ശൈആ, അല്ലാഹ് അല്ലാഹു റബ്ബി, അല്ലാഹയാണ് എന്റെ രക്ഷിതാവ്, ലാ ഉശ്രികു ബിഹി ശൈആ, അവനിൽ ഞാൻ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല.